ഹലോ, ഗുഡ് ഈവനിങ്. കേരളത്തിൻ്റെ നമ്പർ 1 FM, യെസ്, ക്ലബ് FM ആണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് ആസ് ഓൾവേസ് പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരം, ലവ് ബൈറ്റ്സിൻ്റെ നേരം. ഇന്ന് ഞാൻ മാത്രമല്ല, അതിസുന്ദരനായ ഒരു വ്യക്തിയെ കൂടി ഞാൻ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം ചിരിക്കുന്നുണ്ട്, മുഖം നോക്കാതെ തന്നെ എനിക്കറിയാൻ പറ്റുന്നുണ്ട്. എൻ്റെ കൂടെ ഇന്നൊരു യങ് പൊളിറ്റീഷ്യനാണ് വന്നിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും, ലവ് ബൈറ്റ്സിൽ എന്താണ് പൊളിറ്റീഷ്യൻസിനെയൊക്കെ നമ്മൾ കൊണ്ടുവന്ന് തുടങ്ങിയ? ഇദ്ദേഹം ABCDയിലെ ഒരു പൊളിറ്റീഷ്യനാണ്. പേര് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ടൊവിനോ എന്നല്ലേ പേര് പറഞ്ഞേ? അച്ഛനും എന്തെങ്കിലും വൈരാഗ്യമുള്ളോണ്ടിട്ട് പേരാണോ? ഇതത്ര ബുദ്ധിമുട്ടുള്ളൊരു പേരൊന്നും അല്ലല്ലോ ടൊവിനോ. ഓർത്തിരിക്കോ ടൊവിനോ? പെട്ടെന്ന് എന്നെ എന്റെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ ഗേൾ ഫ്രണ്ട്സും അല്ല എല്ലാവരും വിളിക്കുന്നത് ടൊവി എന്നാണ് വിളിക്കുന്നത്. ടൊവി. അപ്പൊ ടൊവിന്ന് വിളിക്കാം. ഗേൾ ഫ്രണ്ട്സ് എന്താ വിളിക്കുക? ഫ്രണ്ട്സ് ഓർ ഗേൾസ് അല്ലേ? അല്ല, ഗേൾ ഫ്രണ്ട്സ്. എന്നെ എല്ലാവരും എന്റെ വീട്ടുകാരും എല്ലാവരും വിളിക്കുന്നത് ടൊവി. പൊളിറ്റീഷ്യന്റെ സ്വഭാവമാണ്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും അല്ല ഉത്തരം തരുന്നത്. ക്ലബ് FMലെ ലവ് ബൈറ്റ്സിൽ ഈസ് ഗോയിങ് ടു ബി ദയർ ടിൽ 1 o'clock. സ്റ്റേ ട്യൂൺഡ്, കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. വെൽക്കം ബാക്ക്. ക്ലബ് FMലെ ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. എൻ്റെ കൂടെ ടൊവിനോ എന്ന് വിളിക്കില്ല, ടൊവിന്ന് മാത്രമേ വിളിക്കുള്ളൂ. ABCDയെ കുറിച്ച് ആദ്യം പറ. ABCD പേര് സൂചിപ്പിക്കുന്നത് പോലെ എന്റെയും മറ്റു പലരും ഒരു തുടക്കമായിരുന്നു. പക്ഷെ ഒരു നല്ല തുടക്കമായിരുന്നു. അതെ, അത് നല്ലൊരു സിനിമയാണ്. കാരണം ഫാമിലിയും കുട്ടികളും യങ്സ്റ്റേഴ്സും എല്ലാവരും ഒരുപോലെ ഏറ്റെടുക്കുന്ന സിനിമകൾ അപൂർവം ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞാൻ കേട്ടത് അതിലെ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്തതിന് ശേഷം പെൺകുട്ടികളുടെ ഭയങ്കര ശല്യമാണ്. എഴുത്തുകൾ, വിളികൾ, ഫേസ്ബുക്കില് ഫ്രണ്ട്ഷിപ്പ് റിക്വസ്റ്റ് അങ്ങനെയൊക്കെയാണല്ലോ. ആണോ? ഞാൻ അറിഞ്ഞില്ല. ആണോന്നോ? എനിക്കല്ല, ടൊവിയുടെ കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നും ഇങ്ങനെയൊന്നുമില്ല. എനിക്ക് ഫേസ്ബുക്കിലൊക്കെ കുറച്ച് മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട്. എന്റെ 2 പ്രൊഫൈല് ഫുള്ളാണ്. ഞാൻ 5000 പേര് വെച്ച് എനിക്ക് ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങള്. അങ്ങനെ എല്ലാവരും നന്നായിരുന്നു, അഭിനയം നന്നായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട്. മാത്രമാണ് അവർ പറഞ്ഞത്. പലപ്പോഴും അതാണ് പറയാറുള്ളത്. പിന്നെ റിപ്പോർട്ടഡ് ഫാൻസും ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഇല്ല ഇതുവരെ. റിപ്പോർട്ടഡ് ഫാൻസ് ആൻഡ് ഗേൾ ഫ്രണ്ട്സ് ഇല്ല. അപ്പം റിപ്പോർട്ടഡ് അല്ലാത്ത ഫാൻസ് ആൻഡ് ഗേൾ ഫ്രണ്ട്സ് ആണ് ടൊവിനോയ്ക്കുള്ളത്. ഫേസ്ബുക്കിലെ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിന് നിങ്ങൾ ഉത്തരം തരണം. ഞാൻ കേട്ടുകൊണ്ടിരിക്കണം ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് ടൊവിനോ. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ട്യൂൺ ചെയ്തിരിക്കുന്നത് ക്ലബ് FM ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നു ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. എൻ്റെ കൂടെ ടൊവിനോ, ABCDയിലെ യങ് പൊളിറ്റീഷ്യൻ. നാട്ടിലെ ഒരു യങ് പൊളിറ്റീഷ്യനുമായിട്ട് ആ ക്യാരക്ടറിന് സാമ്യമുണ്ട് എന്ന് പറഞ്ഞാൽ? അയ്യോ, ഒട്ടുമില്ലേ. കാരണം ഇത് രൂപത്തിൽ സാമ്യമുണ്ടെന്നൊക്കെ പലരും പറഞ്ഞു. എനിക്ക് തോന്നിയിരുന്നില്ല. പലരും പറഞ്ഞു രൂപത്തിൽ സാമ്യമുണ്ടെന്ന്. പക്ഷേ കഥാപാത്രം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. കഥാപാത്രമല്ല, രൂപത്തിൽ നല്ല സാമ്യമുണ്ടെന്ന് പറഞ്ഞു. രൂപത്തിൽ ഒരു സുന്ദരനായ പൊളിറ്റീഷ്യനുമായിട്ട് സാമ്യമുണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നത് സന്തോഷമല്ലേ? കേൾക്കുന്നത് രസമാണ്. പൊളിറ്റീഷ്യൻ സുന്ദരനായതുകൊണ്ട് കാണായിരുന്നു. നമ്മൾ ഈ സ്കൂളിൽ പഠിച്ച സമയം നമ്മൾ അവിടെ തൊട്ട് ഇങ്ങോട്ടാണല്ലോ നമ്മുടെ ഒരു പ്രണയഗാഥകൾ തുടങ്ങാറായിട്ട്. നമുക്കൊരു പ്രണയഗാഥ ഉണ്ടായിട്ടുണ്ടോ? ചുമ്മാ നമ്മളൊരു പാവം കുട്ടിയായിട്ട്. ഞാൻ പ്രേമിക്കുകയാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രേമിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ പണ്ട് പ്രേമിച്ചപ്പോഴും ആത്മാർത്ഥമായിട്ടായിരുന്നു പ്രേമിച്ചത്. അതെ. ഇല്ലാതൊന്നും പറഞ്ഞു, നോണയൊന്നും പറഞ്ഞില്ല. സമാധാനമുണ്ട്. സ്കൂളിൽ വെച്ചൊരു പാവം കുട്ടിയായിരുന്നോ അതോ ഒരു നല്ല കാമുകനായിരുന്നു? ഞാനൊരു പാവം കാമുകനായിരുന്നു. പാവം കാമുകനായിരുന്നു. നമ്മൾ ഏത് പ്രായത്തിലാണ് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത്? അല്ല, പ്രണയം എന്ന് പറയുമ്പോൾ എനിക്കും പ്രേമിക്കാൻ പറ്റും എന്നൊക്കെ തിരിച്ചറിയുന്നത് ഒരു +2 ആ സമയം. സ്കൂളിൽ നല്ല കുട്ടിയായിരുന്നു. നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ പ്രണയങ്ങളെ കണ്ടു നടക്കുമായിരുന്നു. അതെ, എനിക്ക് പ്രണയിക്കണമെന്ന് തോന്നിയത് ഒരു 10th ശേഷമായിരുന്നു. നല്ല കള്ളത്തരമുള്ള മുഖമാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. നല്ല നല്ല കുഞ്ഞു കുഞ്ഞു കള്ളങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ നിരുപദ്രവകാരങ്ങളായ കള്ളങ്ങൾ കുഴപ്പമില്ലല്ലോ എന്നാണ് കക്ഷി ഇപ്പോൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നത്. ദ ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് ടൊവിനോ. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. മനോഹരമായ പ്രണയഗാനങ്ങൾ നിറഞ്ഞ ക്ലബ് FMലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. എൻ്റെ കൂടെ യങ് പൊളിറ്റീഷ്യൻ ABCDയിലെ ടൊവിനോ ആണ് ഇരിക്കുന്നത്. ടൊവിനോ, നമ്മൾ 10th ശേഷമാണല്ലോ ഒരു കാമുകനാവാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. ചീറ്റിപ്പോയോ? അതിനു ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ഒരു ആക്ടർ എന്നറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ട് പൊളിറ്റീഷ്യൻ എന്നുള്ള വിളി മാറ്റി ഒന്ന് ആക്ടർ എന്ന് വിളിക്കാൻ പലപ്പോഴും ഞാൻ ആദ്യത്തെ തവണ പ്രതീക്ഷിച്ചു. പിന്നെ ഇത്രയും മാറ്റി ഞാൻ എവിടെ വരെ പോകും നോക്കുമായിരുന്നു. അത് ഞാൻ വേണേ പോവും, ഇനിയും പോവും. എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. അല്ല, ഇപ്പൊ പ്രണയത്തെ പറ്റി പറയുകയാണെങ്കിൽ ചീറ്റിട്ടുണ്ട്. ആദ്യത്തെ തന്നെ നല്ലപോലെ ചീറ്റിട്ടുണ്ട്. ആദ്യത്തെ എങ്ങനെയായിരുന്നു കഥ? പേര് പറയണ്ട, കഥ പറഞ്ഞാൽ മതി. അതായത് നമ്മൾ ഈ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇഷ്ടമാണെന്ന് പറയുന്നു, 2 ദിവസം കഴിയുമ്പോൾ തിരിച്ച് ഇഷ്ടമാണെന്ന് പറയുന്നു. നമ്മൾ പ്രതീക്ഷിക്കണേ. എനിക്ക് പക്ഷെ അങ്ങനെ എല്ലാവരും സംഭവിച്ചത്. 2 ദിവസം കഴിയുമ്പോൾ ഞാൻ പിന്നെ അങ്ങോട്ട് ചോദിച്ചപ്പോ ഒരു ഒറ്റ ആട്ടായിരുന്നു.
അങ്ങനെയും പറയാൻ പറ്റും. കുഴപ്പമില്ല. അത് ഒരു പാവം കുട്ടി, എന്നെ അറിയിക്കാത്ത ഒരു കുട്ടി. അതെ, വേണ്ടാന്ന് വെച്ചു, തീരുമാനമായി. ആദ്യത്തെ പ്രണയം അങ്ങനെയായി. പക്ഷെ നല്ല അനുഭവമായിരുന്നു അത്. എക്സ്പീരിയൻസസ് എന്നല്ല നമ്മൾ പിന്നീട്. എക്സ്പീരിയൻസസ്. അതിനർത്ഥം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എക്സ്പീരിയൻസസ് ആണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ജനറലി പറഞ്ഞതാണ്. അതെ, ജനറലിയാണ് ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM വിത്ത് റീനു ആൻഡ് ടൊവിനോ. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.